ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കുറച്ച് മുന്നേ ട്രെൻഡിങ് കണ്ട ഒരു എഫക്റ്റ് ആയിരിക്കും ഇത്. ഈ ഒരു എഫക്റ്റ് അതേപോലെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അതിനകത്തുള്ള ചില ഫോട്ടോസ് തന്നെയാണ്. ഇത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ ഒരു വീഡിയോ എടുക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ആ 3 ഫോട്ടോസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ സംഭവം മനസ്സിലാവുന്നതാണ് എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എഫക്റ്റ് വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ നോർമലി നമ്മൾ അപ് ടു ഡൗൺ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിൻ്റെ പ്രോ എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നത് ഇത് കാണത്തില്ല. അപ്പോൾ ആ പ്രോ വേർഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഐഫോൺ ആണെങ്കിൽ ക്യാപിറ്റൽ കൺട്രി ചെയ്ത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പ്രോ കാണും. അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണുന്നില്ലെങ്കിൽ ക്യാപിറ്റൽ മോഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ക്രോം സെർച്ച് ചെയ്ത് അങ്ങനെ ഡൗൺലോഡ് ചെയ്യുക. എനിക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ യൂട്യൂബിനകത്ത് പോയിട്ട് സെർച്ച് ചെയ്യുക. കാരണം ഞാനിതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പ്രശ്നമാവും, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ലിങ്ക് കൊടുത്താലും പ്രശ്നമാണ്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം പറഞ്ഞ് ലാഗ് ചെയ്യുന്നില്ല, ലെറ്റ്സ് ഗോ. ഓക്കെ, ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ 3 ഫോട്ടോ ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോയിൽ കാണിച്ച പോലെ ആക്ട് ചെയ്യാം. അങ്ങനെ 2-3 വീഡിയോസ് എടുക്കാം. അപ്പോൾ ഈ ഫോട്ടോൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ കാണുന്ന ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന രീതിയിൽ എഫക്റ്റാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. സോ ആദ്യം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. ആ വീഡിയോൻ്റെ രണ്ടാമത്തെ വീഡിയോൻ്റെ ഫസ്റ്റ് ഭാഗം, ആ പോസ് ചെയ്യുന്ന ഭാഗം നിങ്ങൾ ഇവിടെ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.1 സെക്കൻഡിലാണ് കൊടുക്കുന്നത്. ഇതൊരു 2.1, ഇതൊരു 1.5. ഈ എൻഡിങ് ഭാഗം ഡിലീറ്റ് ചെയ്യാൽ മതി. ഓക്കെ, എന്നിട്ട് ഈ പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോ റൂം എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. എന്നിട്ട് സ്റ്റാർട്ട് ഫ്രം ഫോട്ടോ ആക്കിയിട്ട് നിങ്ങളുടെ ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നെറ്റ് ആവശ്യമുണ്ട്. സോ നെറ്റ് ഓൺ ആക്കി വെക്കുക. ഓക്കെ, അപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് നല്ല നീറ്റായിട്ട്. ട്രാൻസ്പെറൻറ്റ് എന്നുള്ള ഓപ്ഷൻ, ക്ലാസിക്കിനകത്തുള്ള ട്രാൻസ്പെറൻറ്റ് ഓപ്ഷൻ ഞെക്കുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വരും. അതിൽ താഴെയായിട്ട് പേഴ്സൺ എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ടേക്ക് പോയിട്ട് ബ്ലർ ഓപ്ഷൻ ഓൺ ആക്കി വെക്കുക. എന്നിട്ട് മോഷൻ എന്നുള്ള 3ാമത്തെ ഓപ്ഷൻ ആക്കിയിട്ട് ഈ മോഷൻ എന്നുള്ള ഓപ്ഷനിൽ ഒരു 50 ഇട്ടിട്ട് വെക്കുക. 50 അതിൻ്റെ ഒരു മിഡിൽ നിങ്ങൾക്ക് വേണ്ട ബ്ലർ കൊടുത്താലും മതി. ഓക്കെ, അതിന് ശേഷം ഡണ്ണ് കൊടുത്തിട്ട് ഈ ഫോട്ടോ റൂം എന്നുള്ള ഒരു വാട്ടർമാർക്ക് താഴെ കാണും. സോ അത് കാണാത്ത രീതിയിൽ കുറച്ച് മുകളിലോട്ടേക്ക് ആക്കിയിട്ട് വെക്കുക. ഓക്കെ, എന്നിട്ട് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ടു ഗാലറി ഞെക്കുക. എന്നിട്ട് ക്യാപ് കട്ട് ഓൺ ആക്കിയിട്ട് ഓവർലൈനകത്ത് ആഡ് ഓവർലൈൻ ആക്കിയിട്ട് ആ ഫോട്ടോ ആഡ് ചെയ്യും. ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം വാട്ടർമാർക്ക് കട്ട് ചെയ്യുന്ന രീതിയിൽ എഡിറ്റ് ഓപ്ഷൻ ഞെക്കി ക്രോപ്പ് ഓപ്ഷൻ ഞെക്കിയിട്ട് ക്രോപ്പ് ചെയ്യും. എന്നിട്ട് ടിക്ക് കൊടുത്തിട്ട് ഈ രണ്ടാമത്തെ, അതായത് നമ്മൾ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത ഭാഗത്ത് തന്നെ വന്നിട്ട് ആ ഫോട്ടോയുടെ കറക്റ്റ് പൊസിഷൻ ചെയ്യുന്ന രീതിയിൽ ഈ ഓവർലേ സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ ഭാഗം നിങ്ങൾ അതായത് ആദ്യത്തെ വീഡിയോയിൽ വരുന്ന രീതിയിൽ മാത്രം ഓവർലേ സെറ്റ് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഓവർലേൻ്റെ എൻഡിങ് ഭാഗത്ത് കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഭാഗത്തൊരു കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേനകത്ത് തന്നെ ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ബേസിക് ഓപ്ഷൻ യൂസ് ചെയ്യാം. എന്നിട്ട് ആദ്യം ഞാൻ റൈറ്റിലോട്ടേക്കാണ് നീക്കുന്നത്. സോ നിങ്ങൾക്ക് എങ്ങോട്ടാണെങ്കിൽ നീക്കാം. ഈ എക്സ് ആക്സിസ് ഇങ്ങോട്ടേക്ക് വാല്യൂ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിലോട്ടേക്ക് നീക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഞാൻ കുറച്ച് സൂം ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ 5 കീ ഫ്രെയിമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അങ്ങോട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്ന രീതിയിൽ. ഓക്കെ, ഇങ്ങനെ 5 കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡ്യൂറേഷൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഈ കീ ഫ്രെയിം കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ലോ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനൊരു എഫക്റ്റ് വരുമ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഒരു ഷെയ്ക്ക് വരണം. സോ നമ്മൾ ഇഫക്ട്സിനകത്ത്, വീഡിയോ എഫക്ട്സിനകത്ത് പോയിട്ട് ഈ ഒരു നൈറ്റ് ക്ലബിനകത്ത് പോയിട്ട് ഇവിടെ താഴെയായിട്ട് ക്യാമറ ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. സോ അത് ടിക്ക് കൊടുക്കുക. അതിൻ്റെ വാല്യൂ ഒന്നും ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് ഈ രണ്ടാമത്തെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് വരുന്ന രീതിയിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഒരു ഓഡിയോ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഓഡിയോൻ്റെ ഒരു ഭാഗം വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫ്ലാഷ് എഫക്റ്റ് വരുന്നുണ്ട്. സോ അതും വീഡിയോ എഫക്ട്സിനകത്ത് പോയിട്ട് ഈ നൈറ്റ് ക്ലബിനകത്ത് തന്നെ നിങ്ങൾക്ക് താഴെ വൈബ്രേഷൻ ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ കാണാം. സോ ടിക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക്
നിങ്ങളെ മ്യൂസിക്കിനനുസരിച്ച് ബീറ്റ് വരുന്ന രീതിയിൽ. ഇപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഏകദേശം ഈ ഒരു ഏരിയയിൽ ഈ ഒരു 2 സെക്കൻഡിലാണ് ഒരു ബീറ്റ് വരുന്നത്. സോ ഇങ്ങനെയാണ് ഒരു ബീറ്റ് വരുന്നത്. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അടുത്ത എഫക്റ്റ് എന്ന് പറയുന്നത് അത് പ്രോയിലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രോ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. അതുപോലെ വീഡിയോ എഫക്ട്സിനകത്ത് പോയി കഴിഞ്ഞാലും ഇതിനകത്ത് ഒരുപാട് പ്രോ എന്നിട്ട് കാണും. അപ്പോൾ ഇതൊക്കെ ഐഫോണിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ്രോയിഡിനകത്ത് ഇപ്പോൾ നിങ്ങൾ അപ് ടു ഡൗൺ എന്നൊക്കെ യൂസ് ചെയ്ത് ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്താണ് നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങളിപ്പോൾ ക്യാപ്കട്ടിൻ്റെ മോഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ വീഡിയോനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫ്രീസ് മൊമെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഒരു എഫക്റ്റാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്താലും മതി. അപ്പോൾ അത് ടിക്ക് കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് മുന്നോട്ട് വിടുന്നേ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വീഡിയോ മൊത്തത്തിലായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കൂടി വീഡിയോ എഫക്ട്സിനകത്ത് തന്നെ പോയിട്ട് ഹെക്സഗൺ ബ്ലർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഹെക്സാഗണൽ സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്ലറും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ട ഭാഗത്ത് എവിടെയാണോ അതിങ്ങനെ കോപ്പി ചെയ്യുക. എന്നിട്ട് അടുത്ത ഭാഗത്ത് എവിടെയാണ് വേണ്ടത് അങ്ങനെ കോപ്പി ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത്. പിന്നെ അതിൽ ഈ ഒരു ബ്ലർ വന്നിട്ട് ചെറുതായിട്ടൊരു ഫെദർ പോലെ അങ്ങ് പോകുന്നുണ്ട്. സോ ആ ഒരു എഫക്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് ആ ഒരു വീഡിയോനകത്ത് ഞാൻ ഏകദേശം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെയാണ് ഈ ലെഫ്റ്റ് ചെയ്യുന്നത്. ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് സംഭവം എഫക്റ്റ് ഏതൊക്കെയാണല്ലോ അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ അടുത്തോടെ ഇഷ്ടപ്പെടുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.